ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന നല്ല കിടിലൻ പാൽക്കപ്പയുടെ വീഡിയോ ആണ് കേട്ടോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഞാനിപ്പോൾ ഇവിടെ ഒരു 1.5 കിലോ കപ്പ നന്നായിട്ട് ക്ലീൻ ചെയ്ത് കഴുകിയൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് ക്ലീൻ ചെയ്തതിന് ശേഷമുള്ള വെയിറ്റാണ് പറയുന്നത്, 1.5 കിലോ. ആദ്യം നമുക്കിത് ഒന്ന് നന്നായിട്ടൊന്ന് തിളപ്പിച്ചിട്ട് ഈ വെള്ളം ഒന്ന് ഊറ്റിക്കളയണം. അതിനായിട്ട് നമ്മളൊരു കുക്കറിലേക്ക് കുറച്ചധികം വെള്ളം എടുത്ത് വയ്ക്കാം കേട്ടോ. വെള്ളം നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോൾ നമ്മൾ ഈ കപ്പ അതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. അതിനുശേഷം കുക്കർ അടച്ചിട്ട് ഹൈ ഫ്ലെയിമിൽ ഒരു വിസിലടിപ്പിക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന കപ്പ വേവ് കൂടുതലാണെങ്കിൽ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു വിസിലടിപ്പിച്ചാൽ മതി. ഇത് പെട്ടെന്ന് വേവുന്ന കപ്പ ആയതുകൊണ്ട് ഞാൻ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഒരു വിസിൽ അടുപ്പിക്കുന്നത്. ശേഷം നമ്മൾ ഈ മൂടി ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് ഇതിലെ വെള്ളം ഒന്ന് ഊറ്റിക്കളയാം. എന്നിട്ട് ഇതിലേക്ക് ഒരു 2 കപ്പ് നല്ല തിക്കായിട്ടുള്ള തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ 1-ാം പാൽ 2-ാം പാൽ എന്ന് പറഞ്ഞിട്ട് എടുത്തിട്ടില്ല, ആകെ ഒരു പാലേ എടുത്തിട്ടുള്ളൂ. നല്ല കുറുകിയ 2 കപ്പ് തേങ്ങാപ്പാൽ. അതിൻ്റെ കൂടെ ഇതിലേക്ക് ഒരു 4 പച്ചമുളക് ചതച്ചതും 5-6 ചുവന്നുള്ളി ചതച്ചതും കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുക. ഈ സമയത്ത് നമ്മൾ ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതൊരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ തന്നെ വയ്ക്കുക. ഇടയ്ക്ക് ഇളക്കി കൊടുക്കാവുന്നതാണ്, കാരണം നമ്മളിതിൽ ചേർത്ത ചുവന്നുള്ളിയും പച്ചമുളകൊക്കെ നന്നായിട്ടൊന്ന് വാടി വരണം. 5 മിനിറ്റിന് ശേഷം നമുക്കിതിലേക്ക് കടുക് തളിച്ച് ചേർക്കാം. അതിനായിട്ടൊരു പാൻ വയ്ക്കുക. ചൂടായിട്ട് വരുമ്പോൾ അതിലേക്കൊരു 3-4 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ കടുകും ചേർത്തൊന്ന് പൊട്ടിച്ചെടുക്കുക. അതിനുശേഷം വറ്റൽമുളക് ഇട്ട് കൊടുത്തു, കുറച്ച് കറിവേപ്പിലയും ചേർത്തു. ലാസ്റ്റ് നമ്മൾ ചുവന്നുള്ളി അരിഞ്ഞതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. വറ്റൽമുളക് ചേർക്കുമ്പോൾ നമ്മളിത് മുറിച്ചിടരുത് കേട്ടോ, കാരണം നമ്മളിത് കപ്പയിൽ ചേർത്തിട്ട് മിക്സ് ചെയ്ത് വരുമ്പോൾ ഇതിൻ്റെ കളറ് നഷ്ടപ്പെടും. ആ വൈറ്റ് കളർ എന്നുള്ളത് ഒരു ബ്രൗൺ കളറായി പോകും. അതുകൊണ്ട് വറ്റൽമുളക് മുഴുവനായിട്ട് തന്നെ ഇട്ടാൽ മതി. അങ്ങനെ നമ്മുടെ ഉള്ളി മൂപ്പിച്ചതും കൂടെ ചേർത്തിട്ട് കുക്കറൊന്ന് അടച്ചു വയ്ക്കുക കേട്ടോ. ഇത് നമ്മൾ കഴിക്കാനെടുക്കുന്നതിന് മുമ്പ് മാത്രം മിക്സ് ചെയ്തെടുത്താൽ മതി, കാരണം പാൽക്കപ്പ എന്ന് പറഞ്ഞാൽ പാല് പോലെ നല്ല വൈറ്റ് കളർ തന്നെ ആയിരിക്കും. ഇത് നമ്മളിപ്പോൾ മിക്സ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ കഴിക്കാൻ നേരമ്പോഴത്തേനും അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വരാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ കിഡിലൻ പാൽക്കപ്പ. ട്രൈ ചെയ്യാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത ദിവസം കാണാം. താങ്ക്